എറണാകുളം എടവനക്കാട്ടെ കടലാക്രമണത്തിൽ അടിയന്തര നടപടിയെടുക്കാത്തതിനെതിരെ ജനകീയ സമിതി നടത്തിയ ഹർത്താൽ പൂർണ്ണം. ജില്ലാ കളക്ടറുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് ജനകീയ സമരസമിതി വ്യക്തമാക്കി. ഓരോ തവണ കടലാക്രമണം രൂക്ഷമാകുമ്പോഴും പ്രതിഷേധങ്ങൾ പതിവാണ് ഇവിടെ. എന്നാൽ പരിഹാരം മാത്രം അകലെയാണ്. ഇതോടെയാണ് ഒരു പകൽ മുഴുവൻ സംസ്ഥാനപാത ഉപരോധിച്ചും ഇന്നിപ്പോൾ ഹർത്താൽ നടത്തിയും ഇവിടുത്തെ ജനങ്ങൾ രോഷം പ്രകടിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. അടിയന്തര നടപടി പോലും എടുക്കാതെ പ്രശ്നപരിഹാരം നീളുന്നതാണ് സമരം കടുപ്പിക്കാൻ തങ്ങൾ തീരുമാനമെടുക്കാനുള്ള കാരണമെന്ന് സമരസമിതി വ്യക്തമാക്കി. ക്യാബിനറ്റ് കൂടി മന്ത്രിസഭാ തലത്തിൽ നിന്നാണ് അതിന്റെ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അവിടെ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളെ അറിയിച്ചത്. വീടുകൾ മാത്രമല്ല, എടവനക്കാട്ടെ പലയിടങ്ങളിലും തീരദേശ റോഡുകൾ തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി. സുനാമി ദുരന്തബാധിത പ്രദേശമായിട്ടും ഈ പ്രദേശത്തോട് അവഗണന തുടരുകയാണ്. പലരും വീടുകൾ ഉപേക്ഷിച്ചു പോയി. തകർന്നടിഞ്ഞ നിരവധി വീടുകൾ ഇപ്പോഴും ദുരന്ത സ്മാരകങ്ങളായി ഇവിടെയുണ്ട്. സുനാമി ഏറെ ദുരന്തം വിതച്ച ഇടമാണിത്. 5 പേരുടെ ജീവൻ നഷ്ടമായ ഇടം. ഇപ്പോഴും 20 വർഷത്തിന് ശേഷവും ശക്തമായ കടൽഭിത്തി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും വൈകാരികമായി പ്രതികരിക്കുന്നത്. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ഇനിയും ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. രാഹുൽ ബിജുവിനൊപ്പം മുസ്നാസോ, മീഡിയ 1, കൊച്ചി.